FA കപ്പിൽ ഒരു കിഡിലും മത്സരമായിരുന്നു നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ലിവർപൂൾ മത്സരം. ആ ഒരു മത്സരത്തിൽ സിറ്റി ലിവർപൂളിനെ പഞ്ഞിക്കിട്ടു എന്ന് പറഞ്ഞാൽ അജാതി പഞ്ഞിക്കല്ല്. 4-0 ഒരു ഗോൾ എടുക്കാൻ ലിവർപൂളിന് അടിക്കാൻ സാധിച്ചില്ല. ഇതിൽ മുഹമ്മദ് സലാഹിന്റെ ഒരു പെനാൽറ്റി ആള് മിസ്സാക്കി എന്നുള്ളതൊക്കെ ഒരു വേറെ അവസ്ഥയാണ്. ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഏർലിംഗ് ഹാലൻഡ് പുള്ളിക്കാരൻ ഒരു ഹാട്രിക് സ്കോർ ചെയ്തു എന്നുള്ളതാണ്. കാരണം പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആള് ഗോൾ മെഷീനാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ക്രൂഷ്യൽ മാച്ചിൽ പലപ്പോഴും ഫൈനലുകളിലൊക്കെ ഏർലിംഗ് ഹാലൻഡ് അങ്ങനെ ഗോൾ അടിക്കുന്ന പ്ലെയർ അല്ല. എനിക്ക് ക്രൂഷ്യൽ ഗെയിംസ് പലപ്പോഴും ചങ്ങായി അവതരിക്കാറില്ല. പക്ഷെ ഇന്നത്തെ ലിവർപൂളുമായിട്ടുള്ള മത്സരത്തിൽ ഒരു ഹാട്രിക് അടിച്ച് കരിയറിലെ 28ാമത്തെ കരിയർ ഹാട്രിക് ആണ് ഏർലിംഗ് ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം. അതായത് നോക്കാമെങ്കിൽ 39, 45 + 2 57, ഏകദേശം ഒരു 20 മിനിറ്റുള്ളിൽ ആളെ ഹാട്രിക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ബാക്കി ഒരു ഗോൾ സെമിനിയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മത്സരത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു വന്നാൽ ഏറ്റവും നമ്മൾ ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കിയാൽ ലിവർപൂൾ 13 ഷോട്ടിൽ 6 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ്. സിറ്റി 12 ഷോട്ടിൽ 7 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ്. പൊസിഷൻ നോക്കാമെങ്കിൽ രണ്ട് ടീമിനും 50% പൊസിഷൻ. പിന്നെ പാസസ് നോക്കിയാൽ ലിവർപൂൾ 460, സിറ്റി 492. കട്ടക്കാണ്. പാസിംഗ് ആക്യുറസി രണ്ട് ടീമും 90%. പിന്നെ ഫോൾ ഏറ്റവും കൂടുതൽ ഫോൾ ചെയ്തിട്ടുള്ളത് സിറ്റിയാണ് 14 തവണ, ലിവർപൂൾ 9 തവണ. യെല്ലോ കാർഡ് രണ്ട് ടീമിന് 3 യെല്ലോ കാർഡ് വീതം കിട്ടിയിട്ടുണ്ട്. രണ്ട് ടീമും ഒരു വട്ടം ഓഫ്സൈഡ് ട്രാപ്പ് ആയിട്ടുണ്ട്. കൂടുതൽ കോർണർ കിട്ടിയത് സിറ്റിക്കാണ് 4 തവണ, ലിവർപൂളിന് 2 തവണയാണ് കോർണേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു 2-1 വിൻ ചെയ്യും എന്നുള്ളതായിരുന്നു സ്റ്റോറി. പക്ഷെ ഞാനൊരു ലിവർപൂളിന്റെ ഭാഗത്ത് നിന്ന് ഒരു ടൈറ്റ് ഗെയിം പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് അവിടെ സിറ്റിയുടെ ഒരു അയിനാട്ടം അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ ലൈനപ്പ് നോക്കിയാൽ ഗോൾ കീപ്പർ ട്രഫോർഡ് ആയിരുന്നു. ബാക്കിൽ റെലി ഉണ്ട്, മാർക്ക് ഗോഹി ഉണ്ട്, ഗുസനോ ഉണ്ട്, ന്യൂനസ് ഉണ്ട്. പിന്നെ മിഡ്ഫീൽഡ് ആയിട്ട് ബെർണാർഡോ സിൽവയും റോഡ്രിയും ആയിരുന്നു. അറ്റാക്കിംഗ് സൈഡ് നോക്കിയാൽ സെമന്യോ, ഷെർക്കി, ഡോക്കു, ഹാലൻഡ്, ഈ 4 താരങ്ങളാണ് ഉള്ളത്. ഇനി ലിവർപൂളും ഇതേ പൊസിഷനാണ് 4-2-3 ഗോൾ കീപ്പർ ആയിട്ട്. അവിടെ തേർഡ് ഗോൾ കീപ്പർ ആയിട്ടുള്ള മമദാഷവിൽ. ലിവർപൂൾ ഫാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊനൗൺസിയേഷൻ തെറ്റിയിട്ടുണ്ടാവും, എനിക്കറിയാം, ക്ഷമിക്കുക. പിന്നെ ഡിഫൻസിൽ നോക്കിയാൽ ഗോമസ്, കൊനാറ്റ, വാൻഡേക്ക്, പിന്നെ കർക്കസ് ആണ് ഡിഫൻസിലുള്ളത്. മിഡ്ഫീൽഡിൽ ജോൺസും ഗർണാബേഷ് അവനുമാണ് ഉള്ളത്. പിന്നെ അറ്റാക്കിംഗ് സൈഡിൽ എക്കിറ്റിക്ക, വേർഡ്സ്, സോബസ്ല, സല, ഈ താരങ്ങളായിരുന്നു. ബട്ട് എന്താ പറയാ, പിന്നെ മക്കാലിസ്റ്റർ, ഗാബ്കോ, ഫ്രിംബോങ്, കിയസ തുടങ്ങിയ താരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടൊരു മാറ്റം കൊണ്ടുവരാൻ ആ ഒരു ഇമ്പോർട്ടന്റ് മത്സരത്തിൽ ലിവർപൂളിനൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇനി നമുക്ക് ഇതിന്റെ ഒരു ബാക്കി പത്രം എടുത്ത് നോക്കിയാൽ പെപ് ഗാർഡിയോളക്ക് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് പോയി, പ്രീമിയർ ലീഗും പോയി. ആരും ഏകദേശം പ്രീമിയർ ലീഗ് പോയ മട്ടാണ്. ഇനി പുള്ളിക്കാരൻ അടിക്കാൻ പറ്റിയ 2 കോമ്പറ്റീഷൻ ആണ്, ഒന്ന് കർബാഹോ കപ്പ്, ഒന്ന് FA കപ്പ്. അതിൽ കർബാഹോ കപ്പ് പുള്ളിക്കാരൻ അടിച്ചു കഴിഞ്ഞു. FA കപ്പിൽ ഒരു ക്രൂഷ്യൽ ഗെയിം വിജയിച്ച് സെമിഫൈനലെത്തി. ഇനി 2 ഗെയിമും കൂടി വിജയിച്ച് ആ ഒരു ടൈറ്റിലും സ്വന്തമാക്കാം. ഇവന്തോ പെപ്പിന് ആ ഒരു പ്രീമിയർ ലീഗ് അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും പുള്ളിക്കാരൻ കപ്പ് ഗെയിംസിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ടീമിനെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ലിവർപൂളിന്റെ കാര്യം എടുത്താൽ ഈ സീസണിന്റെ തുടക്കത്തിൽ കമ്മ്യൂണിറ്റി ഷീൽഡ് നഷ്ടപ്പെട്ടു. പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഇനി PSG ആണ്, അത് കണ്ടറിയേണ്ട മത്സരമാണ്. ഇനി അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീമിയർ ലീഗ് പോയി അവർ UCLന്റെ ഒരു ടോപ്പ് 4 വേണ്ടെങ്കിൽ ടോപ്പ് 5 വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി FA കപ്പ് പോയി, കർബാഹോ കപ്പ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗ് അടിക്കാം ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. ഏതായാലും ആ ഒരു UCLന്റെ ആ ഒരു ടോപ്പ് 4, ടോപ്പ് 5 എങ്കിലും ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഇനി ഒരു നെക്സ്റ്റ് ഒരു ബിഗ് ടാർഗറ്റ് ആയി വെക്കുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നമ്മുടെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.